ഒരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് നാട്ടുകാരെയും വീട്ടുകാരെയും കാണിക്കാതെ ഇരിക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഇപ്പൊ വളരെ വിഷമം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചിടുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല. ഞാനിടുന്ന സ്റ്റാറ്റസ് ഒന്നും ഇപ്പം കുറച്ചു ദിവസമായി അവര് കാണുന്നില്ല. അപ്പൊ ഇനി നമുക്ക് വലിയ നിരാശയായി. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ ഉൾപ്പെടെ കുറച്ചു പേരെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളിട്ട സ്റ്റാറ്റസ് നമ്മൾ ഉദ്ദേശിക്കുന്നവര് കണ്ടു എന്നുള്ളപ്പോ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജിയാണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് അവൾ എനിക്ക് ഒരു റിപ്ലൈ പോലും അയച്ചില്ല, ഒരു ലവ് പോലും ഇട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ, ഞാൻ ഇടുന്നില്ല, അങ്ങനെ മനസ്സിലാവട്ടെ എന്ന് പറയും. നമ്മളിപ്പോ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടാൽ അത് കാണുന്നവര്, അത് സീൻ ചെയ്യുന്നവര് ഒരു ലവ് ഇടുമ്പം അല്ലെങ്കിൽ ഒരു റിപ്ലൈ തരുമ്പോ ഒരു നമുക്ക് കിട്ടുന്ന സന്തോഷം വലുതാണ്. പക്ഷെ അത് സീൻ ചെയ്തിട്ടും നമ്മളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ അതൊരു വലിയ വേദനയാണ്. അതിനകത്ത് ഒരു കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാൽ അതൊരു വലിയൊരു വേദനയാണ്. എന്തോ ഉണ്ട് അവർക്കെന്നുള്ളൊരു തോന്നല്. അപ്പം ഞാനിപ്പം എന്റെ ഫ്രണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കണമെങ്കിൽ, ഒരു സ്മൈല് പോലും കൊടുക്കാതിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിപ്ലൈ കൊടുക്കുന്നതിന് ഇപ്പൊ എന്താ വലിയ മുടക്കൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കിടക്കുന്ന വാള് ഒരു പോത്തൊന്നുമില്ല. നമ്മൾ ചോദിക്കണം, എന്തോ പറ്റി, എന്റെ സ്റ്റാറ്റസ് കണ്ടില്ലേ, റിപ്ലൈ ഒക്കെ തരുന്നതായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പറഞ്ഞു തീർക്കണം. ഞാൻ എന്ത് ചെയ്യും, എന്റെ സ്റ്റാറ്റസിന് അവളൊരു സ്മൈലി പോലും ഇട്ട് റിപ്ലൈ തന്നില്ലെങ്കിലും അവളിടുന്ന സ്റ്റാറ്റസിന് ഞാനൊരു ഡണ്ണെങ്കിലും കൊടുക്കണം. അങ്ങനെ കുറെ തവണ കൊടുക്കുമ്പോ അവൾക്ക് തന്നെ അവള് തന്നെ വിചാരിക്കും, അയ്യോ ഞാൻ അവളുടെ സ്റ്റാറ്റസിനൊന്നും മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ അവൾ എന്നിട്ടും അവൾ എന്റെ സ്റ്റാറ്റസിനൊക്കെ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. അവിടെ ആ ഒരു പ്രശ്നം അങ്ങ് മാറുക ചെയ്യുന്നത് അല്ലെ. അസൂയ, കുശും, ആ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പോകുന്നതിലുള്ള ഇതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നില്ലല്ലോ പിന്നെ ഇതിന് അങ്ങോട്ട് കൊടുക്കുന്നതിനോർത്ത്, അങ്ങോട്ട് കൊടുക്കുന്ന എന്തിനാന്നോർത്ത്, അതൊക്കെ സ്റ്റാറ്റസിൽ കൂടെയാണ് മനുഷ്യർ ഇപ്പൊ തീർക്കുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ സ്റ്റാറ്റസിൽ കൂടെ അങ്ങ് കൊടുക്കുകയും പിന്നെ അത് ഓപ്പോസിറ്റ് ആളിൽ നിന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മനുഷ്യരാണ്, ഇണക്കങ്ങളും പണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. ഒരാളെ മുൻവിധിയോടെ കാണാൻ പാടില്ല. ഒരു ബർത്ത്ഡേ, ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങള്, അത് വിഷമമുള്ളതായാലും സന്തോഷമുള്ള കാര്യങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മളത് കണ്ടെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഒന്ന് കൊടുക്കണം കേട്ടോ. അത് നിന്റെ സന്തോഷത്തില് നിന്റെ വിഷമത്തില് പങ്കുചേർന്ന് നല്ല മനുഷ്യരാണെങ്കിൽ, നല്ല മനസ്സിന് ഉടമയാണെങ്കിൽ, സ്നേഹവും ഇഷ്ടം, നിന്നെ ആവശ്യം നിന്നെ മനസ്സിലാക്കുന്നുള്ള നിനക്ക് തരുമോളെ. അല്ലാതെ പോയി പണി നോക്കാൻ പറ. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണെങ്കിലും അതിൽ കൂടെ ഒരുപാട് പേരുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഒരു സൈഡിൽ പിടിച്ചൊരു ലവ്വെങ്കിലും ഇടുന്നതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?